രാജ്യത്ത് നവതരംഗമായി മാറുമെന്ന് പ്രതീക്ഷിച്ച ആം ആദ്മി പാർട്ടി സ്വന്തം തട്ടകത്തിൽ തകർന്നടിയാൻ കാരണമെന്താണ്? അരവിന്ദ് കെജ്രിവാൾ എന്ന ഒറ്റയാൾ പോരാളിക്ക് എങ്ങനെയാണ് അടിതെറ്റിയത്? അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യ ശത്രുവായി മാറിയത്? 8 മാസങ്ങൾക്ക് മുമ്പ് ഒറ്റമുന്നണിയായി BJPക്കെതിരെ പോരാട്ടം നടത്തിയ ആം ആദ്മിയും കോൺഗ്രസും എങ്ങനെയാണ് പരസ്പരം പോരാടുന്ന അവസ്ഥയിലേക്ക് എത്തിയത്? ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വം BJP അധികാരത്തിലെത്തിയാലും ആം ആദ്മി പാർട്ടി ഭരണത്തിലെത്തരുതെന്ന നിലപാടിലായിരുന്നു. കോൺഗ്രസ് എന്താണോ ആഗ്രഹിച്ചത് അത് ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ ഡൽഹിയിലെ കുത്തക തകർത്ത ആം ആദ്മിയെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഡൽഹിയിലെ ഭരണം നഷ്ടമായ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ഗുജറാത്തിലും ജമ്മുവിലും UPയിലും വൻ ശക്തിയായി മാറുമെന്ന് പ്രഖ്യാപിച്ച AAPക്ക് സ്വന്തം തട്ടകത്തിൽ നേരിട്ട പരാജയം രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പാഠമാക്കേണ്ടതാണ്. 3 തവണ ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന് എങ്ങനെയാണ് ജനപിന്തുണ നഷ്ടമായത്? അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിലുണ്ടായ തിരിച്ചടിക്ക് കാരണം അഴിമതി ആരോപണം തന്നെ. ഡൽഹി തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിൽ BJP വൻ നേട്ടം കൈവരിച്ചപ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷിച്ച നേട്ടമുണ്ടായില്ല. എങ്കിലും ആം ആദ്മി പാർട്ടിയുടെ തകർച്ച ലക്ഷ്യമിട്ട കോൺഗ്രസിന് ആശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ലളിത ജീവിതം നയിക്കണമെന്നുള്ള പ്രഖ്യാപനത്തിലൂടെ അധികാരത്തിലേറിയ കെജ്രിവാൾ 3ാം വട്ടം മുഖ്യമന്ത്രി ആയതോടെ എല്ലാം മറന്നു. ഇത് വലിയ തിരിച്ചടിക്ക് വഴിവെച്ചു. ഇന്ത്യ മുന്നണിയുടെ പ്രധാന രാഷ്ട്രീയ കക്ഷിയായിരുന്ന ആം ആദ്മി പാർട്ടിക്കെതിരെ അതിശക്തമായ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് കൈക്കൊണ്ടത്. രാഹുൽ ഗാന്ധി പങ്കെടുത്ത എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളിലും ഏറ്റവും കൂടുതൽ ആക്രമണം അഴിച്ചുവിട്ടത് അരവിന്ദ് കെജ്രിവാളിനെതിരെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചതും മദ്യ അഴിമതി കേസും സാധാരണക്കാരിൽ ആം ആദ്മി പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി. അവസാന ഘട്ടത്തിൽ സിറ്റിംഗ് MLAമാരുടെ കൂട്ടരാജിയും BJPക്ക് അനുകൂല അവസ്ഥ ഒരുക്കിയെന്നതാണ് സത്യം. കോൺഗ്രസ് ഒരുക്കിയ AAP വിരുദ്ധ രാഷ്ട്രീയ കാലാവസ്ഥയിൽ BJP ഗോളടിക്കുകയായിരുന്നു. അഴിമതിക്കെതിരെ ചൂലുമായി രംഗത്തിറങ്ങിയ ആം ആദ്മി പാർട്ടിയെ BJP അഴിമതി ആരോപണം ഉയർത്തിക്കാട്ടി തൂത്തെറിയുന്ന കാഴ്ചയാണ് ഡൽഹി കണ്ടത്. രാജ്യ തലസ്ഥാനത്ത് അധികാരം BJPക്ക് അനിവാര്യമായിരുന്നു. അതിനായി അവർ ഒരുക്കിയ രാഷ്ട്രീയ കുരുക്കിൽ കെജ്രിവാൾ കുരുങ്ങുകയായിരുന്നു. ഡൽഹി മദ്യനയ കേസിൽ മാസങ്ങളോളം അഴിക്കുള്ളിലായ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന അമിതമായ ആത്മവിശ്വാസം അവർക്ക് തിരിച്ചടിയായി മാറി. ഡൽഹിയിൽ ഒരു ദേശീയ ബദലെന്ന AAPയുടെ ആഗ്രഹത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുക. ആം ആദ്മി പാർട്ടി 13 വർഷം മുമ്പ് മാത്രം രൂപീകൃതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. അണ്ണാ ഹസാരെ എന്ന പ്രമുഖ ഗാന്ധിയന്റെ നേതൃത്വത്തിൽ രാംലീല മൈതാനത്ത് നടന്ന നിരാഹാര സമരത്തിന്റെ ഉപോൽപ്പന്നമായിരുന്നു ആം ആദ്മി പാർട്ടി. വ്യാപകമായ അഴിമതിക്കെതിരെ രാജ്യവ്യാപകമായി നടത്തിയ പ്രചരണമായ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ പ്രസ്ഥാനത്തിലാണ് AAPയുടെ ഉത്ഭവം. സ്വതന്ത്ര അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാനെ സൃഷ്ടിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ജൻ ലോക്പാൽ ബിൽ നടപ്പാക്കണമെന്ന് പ്രസ്ഥാനം ആവശ്യപ്പെട്ടു. 2012 നവംബർ 26-ന് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്നതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ നിലവിലുള്ള രാഷ്ട്രീയ അഴിമതി നിറഞ്ഞ രാഷ്ട്രീയത്തിന് ഒരു ബദൽ നൽകാനാണ് പാർട്ടി രൂപീകരിച്ചത്. പാർട്ടി രൂപീകരിച്ച് 1 വർഷം തികയുമ്പോഴായിരുന്നു 2013 ഡിസംബറിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയുടെയും ഡൽഹിയുടെയും ചരിത്രം മാറ്റിയെഴുതി. AAP ആദ്യമായി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ശക്തി പരീക്ഷിച്ചു. സംശുദ്ധമായ ഭരണം, അഴിമതി കുറയ്ക്കൽ, വെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതായിരുന്നു പാർട്ടിയുടെ പ്രധാന വാഗ്ദാനങ്ങൾ. ഡൽഹിയിലെ അഴിമതി വിരുദ്ധ സമരത്തിന്റെ ചൂടിലായിരുന്നു AAPയുടെ പ്രചരണം. ഒരു പുതിയ പാർട്ടിയാണെങ്കിലും AAP 70-ൽ 28 സീറ്റുകൾ നേടി. BJP 2ാം സ്ഥാനത്തെത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 8 സീറ്റുകൾ നേടി. ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം നേടാനാകാതെ INCയുടെ ബാഹ്യ പിന്തുണയോടെ AAP ഒരു കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിച്ചു. 2013 ഡിസംബർ 28-ന് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായി. ജൻ ലോക്പാൽ ബിൽ എതിർപ്പ് നേരിട്ടതിനെ തുടർന്ന് 2014 ഫെബ്രുവരി 14-ന് 49 ദിവസത്തെ അധികാരത്തിന് ശേഷം കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ രാജിവെച്ചു. 2014-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ AAP ദേശീയ തലത്തിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചു. പഞ്ചാബിൽ 4 സീറ്റുകൾ നേടി. 2015-ലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAP ചരിത്രപരമായ ഒരു തിരിച്ചുവരവ് നടത്തി. പാർട്ടി വൻ വിജയം നേടി. 70-ൽ 67 സീറ്റുകളും നേടി. അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഈ വിജയം ഡൽഹിയിൽ AAPയുടെ പിടി ഉറപ്പിക്കുകയും
ഭരണ പരിഷ്കാരങ്ങളിലൂടെ പാർട്ടിക്ക് കാര്യമായ അടിത്തറ ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് തെളിയിക്കുകയും ചെയ്തു. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ 2ാം ടേം പൊതുസേവനങ്ങളും ക്ഷേമ പദ്ധതികളും നടപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മെഹല്ല ക്ലിനിക്കുകൾ, സൗജന്യ പ്രാഥമിക ആരോഗ്യ പരിരക്ഷ നൽകുന്നതിനായി AAP അയൽപക്ക ആരോഗ്യ ക്ലിനിക്കുകൾ സ്ഥാപിച്ചു. വിദ്യാഭ്യാസ പരിഷ്കരണം, പാർട്ടി സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും പുതിയ അധ്യാപന രീതികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് പൊതുവിദ്യാലയങ്ങളുടെ പ്രകടനത്തിൽ ഗണ്യമായ പുരോഗതിക്ക് കാരണമായി. വെള്ളവും വൈദ്യുതിയും, പാവപ്പെട്ടവർക്ക് താങ്ങാവുന്ന യൂട്ടിലിറ്റികളുടെ ലഭ്യത ഉറപ്പാക്കിക്കൊണ്ട് പാർട്ടി വെള്ളത്തിനും വൈദ്യുതിക്കും സൗജന്യം ഏർപ്പെടുത്തി. കൂടുതൽ ജനകീയമാവാൻ ശ്രമങ്ങൾ നടത്തി. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70-ൽ 62 സീറ്റും നേടിയാണ് AAP വൻ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, വൈദ്യുതി, ശുദ്ധജലം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിലും 3ാം ടേമിൽ കേജ്രിവാളിന് പലപ്പോഴും കാലിടറി. 2022 പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 117-ൽ 92 സീറ്റുകൾ നേടി AAP ചരിത്ര വിജയം നേടുകയും ഭഗവന്ത് മാൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഡൽഹിക്ക് പുറത്ത് AAP സർക്കാർ രൂപീകരിച്ചതോടെ കേജ്രിവാൾ അമിതമായ ആത്മവിശ്വാസത്തിലേക്ക് വഴിമാറി. ദേശീയ പാർട്ടിയായി AAP സ്വയം മാറി. ഡൽഹിയിലെയും പഞ്ചാബിലെയും വിജയത്തോടെ ഒരു ദേശീയ ബദലായി AAP സ്വയം നിലയുറപ്പിക്കാൻ തുടങ്ങി. ഭരണപരിഷ്കാരങ്ങളിലും സംശുദ്ധ രാഷ്ട്രീയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗുജറാത്ത്, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പാർട്ടി അതിന്റെ കാൽപ്പാടുകൾ വിപുലപ്പെടുത്തുകയെന്ന ലക്ഷ്യമായിരുന്നു പിന്നീട് AAPക്ക്. ഗോവ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി ഡൽഹി മദ്യനയത്തിൽ വെള്ളം ചേർത്തു. മദ്യ അഴിമതിയിലൂടെ ലഭിച്ച പണമാണ് തെരഞ്ഞെടുപ്പിനായി ഒഴുകിയതെന്നായിരുന്നു ED കണ്ടെത്തിയത്. ഇതോടെ കേജ്രിവാൾ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിലിലിരുന്ന് ഡൽഹി ഭരിച്ച മുഖ്യമന്ത്രി എന്ന ചരിത്രം രചിച്ചതല്ലാതെ ഡൽഹിയിലെ വോട്ടർമാർക്കിടയിൽ അനുതാപം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പാർട്ടിയിലെ MLA-മാർക്കിടയിലും നേതാക്കൾക്കിടയിലും ഉണ്ടായിരുന്ന സ്വീകാര്യതയും ഇടിച്ചിലുണ്ടാക്കി. അതിർഷിയെ മുഖ്യമന്ത്രിയാക്കി സ്ത്രീകൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാനുള്ള നീക്കവും ഫലം കണ്ടില്ല. അവസാന ലാപ്പിൽ MLA-മാർ രാജിവെച്ചതും അവർ കൂട്ടത്തോടെ BJP പാളയത്തിലേക്ക് ചാഞ്ഞതും ഡൽഹിയിലെ തിരിച്ചടിക്ക് ആക്കം കൂട്ടി. അങ്ങനെ ദീർഘകാലത്തെ BJPയുടെ സ്വപ്നമാണ് പൂവണിഞ്ഞത്. അതെ, ഇന്ദ്രപ്രസ്ഥത്തിൽ താമര വീണ്ടും പുഷ്പിച്ചിരിക്കുന്നു.